കൈലാസ മാനസ സരോവർ യാത്ര നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്നാണ് ആരംഭിച്ചത്. നല്ല പച്ചപ്പ് നിറഞ്ഞ പ്രദേശമാണ് നേപ്പാൾ. മലകളുണ്ട്, നിറയെ താഴ്വാരങ്ങളും ഒക്കെയായിട്ട് പച്ചപ്പ് നിറഞ്ഞ വളരെ ഭംഗിയേറിയ സ്ഥലമാണ് നേപ്പാൾ. അത് നമുക്ക് ഈ ചിത്രങ്ങളിൽ നിന്ന് കാണാം. അങ്ങോട്ടേക്ക് നമ്മുടെ ടിബറ്റ് ബോർഡറിലേക്കുള്ള യാത്ര സാധാരണ എല്ലാവരും തന്നെ പോകുന്നത് ജീപ്പ് ഉപയോഗിച്ചാണ്. മഹീന്ദ്രയുടെ ജീപ്പിലാണ് നമ്മൾ പുറപ്പെട്ടത്. അങ്ങനെ 5 ജീപ്പുകളായിരുന്നു നമ്മളുടെ സംഘത്തിലുണ്ടായിരുന്നത്. സ്കോർപിയോ എന്ന് പറയുന്ന ഒരു വണ്ടിയാണ്. ആ വണ്ടിയുമായിട്ടാണ് ഞങ്ങൾ ടിബറ്റൻ ബോർഡറിലേക്ക്, ചൈനയിലേക്കുള്ള ബോർഡറിലെത്തിയത്. അവിടെ ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ചൈനയുടെ ഇമിഗ്രേഷൻ ചെക്കിംഗ് എല്ലാം നടക്കുന്നത്. അത് നേപ്പാളിൽ നിന്ന് നമ്മൾ സൈൻ ഓഫ് ചെയ്തിട്ട് ചൈനയുടെ ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് വഴി ചൈനയിലേക്ക് കടക്കുകയാണ്. അവിടെ ഉള്ള ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. അവർ നമ്മുടെ ഫോണിൽ ദലൈലാമയുടെ പടമുണ്ടോ, അല്ലെങ്കിൽ ടിബറ്റൻ വിഭജനക്കാരുടെ ആയിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടപെടുന്നുണ്ടോ എന്നെല്ലാം നോക്കിയിട്ടാണ് അവർ നമ്മളെ കടത്തിവിടുക. പക്ഷേ അത് വളരെയധികം ഒരു 3-4 മണിക്കൂർ വേണ്ടി വന്നു അതിൻ്റെ പ്രോസസ്സ് തീരാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ചൈന ബോർഡറിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ കാലാവസ്ഥയിൽ നല്ല മാറ്റം നമുക്ക് കാണാൻ പറ്റും. കുറേശ്ശെ തണുപ്പുണ്ട്, പക്ഷേ മരങ്ങളൊന്നും അത്ര പച്ചപ്പുള്ള മരങ്ങളൊന്നും അധികം കാണാനില്ല. പക്ഷെ വഴി വളരെ നേപ്പാളിൽ കണ്ട വഴി പോലെയല്ല. റോഡുകളെല്ലാം കുറച്ച് നല്ല റോഡുകളാണ്. ചൈനക്കാർ ടിബറ്റിൽ വളരെയധികം പൈസ മുടക്കിയിട്ട് അവിടെ ടിബറ്റൻ ജനതയ്ക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ ടിബറ്റൻ ജനതയ്ക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പോലെ തന്നെ അവരുടെ സംസ്കാരവും മാറ്റിമറിക്കാനുള്ള ശ്രമങ്ങളെല്ലാം ചൈനീസ് ഗവൺമെൻറ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. ഈ പോകുന്ന വഴിയിലെല്ലാം പല സ്ഥലങ്ങളിലും ചെക്കപ്പ് ഉണ്ട്. ഞങ്ങളുടെ എല്ലാം വിസ എല്ലാം തുടർച്ചയായിട്ട് എല്ലാവരും ചേർന്നിട്ടുള്ള ഗ്രൂപ്പ് വിസയാണ്. അപ്പോൾ ആ ഗ്രൂപ്പ് വിസയിൽ ഓരോരുത്തരും ഉണ്ടോ, എല്ലാവരും അതിനകത്തുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അത് പറഞ്ഞ പോലെ ബോർഡർ കടന്നതിന് ശേഷം ചൈനീസ് വെഹിക്കിളിലാണ്, ചൈനീസ് വാഹനങ്ങളിലാണ് നമ്മൾ പുറപ്പെടുക. കാരണം ഇവിടെ നേപ്പാളിൽ നിന്നുള്ള വണ്ടികളൊന്നും ചൈനയിലേക്ക്, ഈ ബോർഡർ കടന്ന് ചൈനയിലേക്ക് കിടക്കാനായിട്ട് അവർ സമ്മതിക്കില്ല. ഇപ്പോൾ ഈ ചിത്രങ്ങളിൽ കാണുന്നത് പോലെ ഏകദേശം മരുഭൂമി പോലുള്ള സ്ഥലങ്ങളിലൂടെയാണ് നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയെല്ലാം പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം, സോളാർ പാനലുകൾ വെച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. അപ്പോൾ ചെറിയൊരു സമയമെടുത്ത് ബ്രഹ്മപുത്ര നദിയിൽ ഇറങ്ങി ആ വെള്ളം നമ്മൾ ഒന്ന് തലയിൽ തളിക്കാനുള്ള ഒരവസരം കൂടി ഈ യാത്രയിൽ നമ്മൾ ഉപകരിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് ഈ ചൈനയിലെ ചെറിയൊരു ടൗണായിട്ടുള്ള സാഗ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളെത്തി. അവിടെ അന്ന് രാത്രി കഴിഞ്ഞു. അവിടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ, ഷോപ്പിങ്ങിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് ടിബറ്റിനകത്ത് തന്നെയുള്ള സംഗതിയാണ്. അവിടെ കാര്യമായ കൺസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. റോഡുകൾക്ക് ഒരുവിധം വീതിയെല്ലാം ഉണ്ട്. ഇവിടെ ഇംഗ്ലീഷ് പറയുന്നവർ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും പേരുടെ കയ്യിൽ ട്രാൻസ്ലേഷൻസ് അതാത് സമയത്ത് നടത്താവുന്ന ചെറിയ പ്രോഗ്രാം വെച്ചിട്ട് സെൽഫോൺ വഴിയാണ് പലരും കാര്യങ്ങൾ ചർച്ച ചെയ്യുക. അപ്പോൾ പലരും നമ്മുടെ യാത്രയ്ക്ക്, കൈലാസ യാത്രയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പലരും ഇവിടെ നിന്ന് വാങ്ങുന്നുണ്ടായിരുന്നു. കൈലാസ യാത്രയ്ക്ക് ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ള ടെനോർ എന്ന പേരുള്ള ഒരു ടിബറ്റൻ ഗൈഡാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഗൈഡ് വളരെയധികം നോളജബിളാണ്. അങ്ങേർക്ക് ഇംഗ്ലീഷ്, ഹിന്ദി, പിന്നെ ടിബറ്റൻ, ചൈനീസ് എല്ലാ ഭാഷകളൊക്കെ അറിയാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ചൈനയിൽ താമസിക്കുന്നതാണെങ്കിലും ചൈനക്കാർ ഇവർക്ക് വിസയൊന്നും കൊടുക്കില്ല, അവർക്ക് പുറത്തു പോകാൻ അങ്ങനെ സമ്മതിക്കുന്നില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ കംപ്ലൈൻറ്റ്. പക്ഷേ ടൂറിസ്റ്റ് വരുന്ന ആൾക്കാർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ജോലിയാണ് അദ്ദേഹം ചെയ്തത്. വളരെയധികം സഹായകരമായിരുന്നു. നമ്മൾ നേരെ ഇപ്പോൾ കാണുന്നത് മാനസ സരോവരം എന്ന് അറിയപ്പെടുന്ന വളരെ പ്രശസ്തമായ
ആ, ആ, ഉയരത്തിലുള്ള, ലോകത്തിൻ്റെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള ശുദ്ധജല തടാകമായിരിക്കണം ഇത്. മാനസ സരോവരം വളരെ പരന്നു കിടക്കുന്ന 12 സ്ക്വയർ കിലോമീറ്ററോളം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവിടെ എല്ലാവരും ആ ജലമെടുത്ത് തലയിൽ തളിക്കുകയൊക്കെ ചെയ്തു. അവിടെ മുങ്ങാനും അതുപോലുള്ള സംഗതികൾക്കൊന്നും അവിടെ സമ്മതിക്കുന്നില്ല. അപ്പോൾ ആ ജലം നമ്മൾ കയ്യിലെടുത്ത് ആസ്വദിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ യാത്രയിൽ മാനസ സരോവരം കടന്ന് അന്ന് രാത്രി പൂർണ്ണചന്ദ്രൻ്റെ ഒരു ദിവസമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ പൂർണ്ണചന്ദ്രനെ കണ്ട് അവിടെ രാത്രി ചെലവഴിക്കാനുള്ള ഒരു അവസരത്തിനായിട്ടാണ് ഞങ്ങൾ പൂർണ്ണചന്ദ്രനുള്ളൊരു ദിവസം നോക്കി തന്നെ ഈ യാത്രയ്ക്കായിട്ട് പുറപ്പെട്ടിട്ടുള്ളത്. ഇത് കാണുന്നത് രാക്ഷസ് താൾ എന്ന് പറയുന്ന ഒരു തടാകമാണ്. ആ തടാകത്തിൻ്റെ അടുത്ത് നമുക്ക് ഇങ്ങനെ മൃഗബലി എല്ലാം കൊടുത്തതിൻ്റെ അവശിഷ്ടങ്ങൾ കാണാം. രാക്ഷസ് താൾ രാവണൻ പൂജ ചെയ്തിരുന്നതും കുളിച്ചിരുന്നതുമായിട്ടുള്ള സ്ഥലമാണ് എന്നാണ് പറയപ്പെടുന്നത്. വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. തുടർന്നിട്ട് മാനസ സരോവരത്തിൻ്റെ ഒരു ക്യാമ്പ് ഏരിയയിലേക്ക് നമുക്ക് എത്താനായിട്ട് ആണ് രാത്രി കഴിഞ്ഞുകൂടാനായിട്ട്, രാത്രി പൂർണ്ണചന്ദ്രൻ്റെ നിറവോട് കൂടിയ ഒരു രാത്രി മാനസ സരോവരത്തിൻ്റെ തീരത്ത് കഴിയാനായിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. ഇതുപോലുള്ള പല ബസ്സുകളിലായിട്ടാണ് യാത്ര. നമ്മളുടെ കൂടെയുള്ള ഷെർപ്പകളാണ് നമുക്ക് വേണ്ട ആഹാരങ്ങളെല്ലാം, വെജിറ്റേറിയൻ ഭക്ഷണങ്ങളെല്ലാം പാചകം ചെയ്ത് തന്നിരുന്നത്. അപ്പോൾ നമ്മൾ യാത്ര തുടർന്ന് മാനസ സരോവരത്തിൻ്റെ തീരത്ത് രാത്രി അവിടെ എത്തി. പൂർണ്ണചന്ദ്രൻ്റെ ദിവസമായിരുന്നു അന്ന്. ആ രാത്രി അവിടെ കഴിഞ്ഞു കൂടിയതിന് ശേഷം നല്ല തണുപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ ഒരു ക്യാമ്പ് പോലുള്ള ഒരു അക്കോമഡേഷനാണ് അവിടെ ഉള്ളത്. ആ അക്കോമഡേഷനിൽ നമ്മൾ അത് കഴിഞ്ഞ് മാനസ സരോവരത്തിലെ വെള്ളം ബക്കറ്റിലൊഴിച്ച് നമ്മൾ കുളിച്ചതിന് ശേഷം, മാനസ സരോവരമാണ് ഈ ബാക്കിൽ കാണുന്നത്, മാനസ സരോവരമാണ്. അപ്പോൾ അവിടെ വെച്ച് ഒരു ഹോമമെല്ലാം നടത്തി, ഒരു ഹവനം നടത്തി, ഓം നമ ശിവായ ജപിച്ച് ശംഭോ മഹാദേവ എന്ന സങ്കല്പത്തോടു കൂടി ഞങ്ങളുടെ കൈലാസയാത്ര 2024 ഓം നമ ശിവായ ഹിമാലയൻ ഗ്ലേഷ്യേഴ്സിൻ്റെ യാത്ര ഞങ്ങൾ മാനസ സരോവരത്തിൽ അവിടെ പൂർത്തിയാക്കി, ഹവനം പൂർത്തിയാക്കി ഭംഗിയായി മാനസ സരോവരം കണ്ടു. പിന്നീട് യാത്ര തുടരവേ മറ്റേ ബുദ്ധിസ്റ്റ് പതാകകൾ, ഇതുപോലെ അവരുടെ പ്രാർത്ഥനകൾ എഴുതി വെച്ചിട്ടുള്ള പതാകകൾ നിറയെ വഴികളിലെല്ലാം കാണാൻ പറ്റും. ഉയർന്ന പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും ഇതുപോലെ തോരണങ്ങളായിട്ട് തൂക്കിയിട്ടുണ്ടാവും. ഓരോ നിറത്തിനും ഓരോ പഞ്ചഭൂതങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൈലാസ പർവ്വതത്തിൻ്റെ ദൃശ്യം നമുക്ക് കാണാനായി. അതാണ് ആദ്യമായിട്ട് നമ്മൾ കൈലാസ പർവ്വതത്തെ കാണുന്ന ദൃശ്യം. മാനസ സരോവരത്തിലെ പൂജ കഴിഞ്ഞ് കൈലാസ പർവ്വതം കാണുന്ന ഒരു ദൃശ്യത്തോടു കൂടിയാണ് ഞങ്ങൾ അന്നത്തെ ദിവസം അവസാനിച്ചത്. ഇതിന് ശേഷം ഞങ്ങൾ നേരെ ദർശൻ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. അവിടെയാണ് അന്ന് രാത്രി ക്യാമ്പുണ്ടായത്. അവിടെ നിന്നാണ് കൈലാസ ദർശനത്തിൻ്റെ പ്രധാനപ്പെട്ട പരിക്രമം, കൈലാസത്തിനെ ചുറ്റുന്ന പരിക്രമത്തിനായിട്ട് ഞങ്ങൾ പുറപ്പെട്ടത്. അടുത്ത വീഡിയോയിൽ കൈലാസ പരിക്രമത്തെ പറ്റി നമുക്ക് കാണാം.